ഇവിടെ ജാനുവിന് ലവ് മാരേജ് കഴിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷെ വീട്ടുകാർ നിർബന്ധിച്ച് അവളെ അറേഞ്ച്ഡ് മാരേജ് കഴിപ്പിച്ചു. അങ്ങനെ കല്യാണ ദിവസമായി. പക്ഷെ ജാനുവിനെ താലികെട്ടുന്ന ശിവന് ആ കല്യാണത്തിൽ ഒട്ടും താൽപ്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ഇഷ്ടമില്ലാത്തതുപോലെ തന്നെ ജാനുവിന്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അവർക്ക് 8 വയസ്സുള്ളൊരു മോളുമായി. ഒരു ദിവസം ഓഫീസിലെ ടെൻഷൻ കാരണം ശിവ ജാനുവിനോട് നല്ല ദേഷ്യപ്പെട്ടു. വൈകുന്നേരമായപ്പോൾ ശിവ ജാനുവിനോട് ദേഷ്യപ്പെട്ടതിന് സോറിയും പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശിവയ്ക്ക് അമേരിക്കയിലേക്ക് 1 മാസത്തെ ജോലിക്കായി പോകാൻ ചാൻസ് കിട്ടിയത്. ശിവ നേരെ അമേരിക്കയിലേക്ക് പോയി. ഒരു ദിവസം ജാനു വീട് വൃത്തിയാക്കുന്ന സമയത്ത് ശിവയുടെ പഴയ ഡയറി കിട്ടി. അത് തുറന്നു വായിച്ചപ്പോൾ ജാനു ഞെട്ടിപ്പോയി. ശിവന്റെ പഴയ ലവ് സ്റ്റോറിയായിരുന്നു അതിൽ മുഴുവനും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു അടിയുണ്ടാകുന്ന സമയത്താണ് ശിവ ഐഷു എന്ന പെണ്ണിനെ ആദ്യമായി കാണുന്നത്. കണ്ടപ്പോൾ തന്നെ അവളെ ഇഷ്ടമായി. പിന്നെ അവളുടെ പിന്നാലെ നടപ്പായി. ഒരു ദിവസം റോഡിന്റെ നടുവിൽ വെച്ച് ആക്സിഡന്റിൽ നിന്ന് അവളെ രക്ഷിക്കുന്നതിനിടയിൽ അവളുടെ ഡ്രസ്സ് കുറച്ച് കീറിപ്പോയി. അത് കണ്ട് അവൾ കരഞ്ഞു. അവളോട് സോറി പറഞ്ഞപ്പോൾ അവൾ ദേഷ്യത്തിൽ പറഞ്ഞു, നീ മാത്രം കാണേണ്ട എന്റെ ശരീരം നീ വേറെ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തതിനാണ് എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. അത് കേട്ടതും ശിവയ്ക്ക് വല്ലാതെ സന്തോഷമായി. പിന്നെ അവർ ഫോണിൽ സംസാരിക്കാനും ശിവ ഐഷുവിന്റെ വീട്ടിൽ വരാനുമൊക്കെ തുടങ്ങി. ഒരു ദിവസം അവർ കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവർ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണവും കഴിച്ചു. പക്ഷേ അവളുടെ അച്ഛൻ വന്ന് ശിവയെ നന്നായി തല്ലി അവളെ കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ശിവ ആരോടുമൊന്നും സംസാരിക്കാത്ത ഒരു റൂമിൽ തന്നെ കൂടാൻ തുടങ്ങി. ശിവയുടെ ഈ സ്വഭാവം കണ്ട് വീട്ടുകാർക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വീട്ടുകാരുടെ ആ സങ്കടം കാണാൻ വയ്യാതെയാണ് ശിവ വേറൊരു കല്യാണത്തിന് സമ്മതിച്ചത്. ഡയറി വായിച്ചു തീർന്നപ്പോൾ ഈ കാര്യം ശിവ ഇതുവരെ പറയാത്തത് കാരണം ജാനുവിന് സങ്കടമായി. പിന്നീട് ജാനു ശിവയോട് പണ്ട് സംസാരിച്ചതുപോലെ അധികം സംസാരിച്ചില്ല. ഓഫീസിൽ അർജന്റ് ജോലിയുണ്ട് എന്ന് കള്ളം പറഞ്ഞ് അവൾ വേഗം ഇറങ്ങും, വരാൻ ലേറ്റാവുകയും ചെയ്യും. ഇതൊക്കെ കണ്ട് ശിവയ്ക്ക് ആകെ കൺഫ്യൂഷനായി. ഒടുവിൽ സഹികെട്ട് അവൻ ജാനുവിന്റെ ഓഫീസിലെ ബോസിനെ ഫോൺ വിളിച്ച് ജാനുവിന്റെ ജോലിയെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് ശിവയ്ക്ക് മനസ്സിലായത് ജാനു ജോലിയുണ്ടെന്ന് വെറുതെ പറഞ്ഞതാണെന്ന്. ശിവയ്ക്കാകെ വല്ലാതായി. എന്താണ് പ്രശ്നമെന്ന് അവൻ പലവട്ടം ചോദിച്ചിട്ടും ജാനു ഒരക്ഷരം മിണ്ടിയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ജാനു ഐഷുവിന്റെ അച്ഛന്റെ അടുത്ത് പോയി ഐഷുവിനെ കാണണമെന്ന് പറഞ്ഞു. ഐഷു നാളെ അമ്മയെ കാണാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഐഷുവിനെ കാണാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഐഷു വന്നപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ അമ്മയുടെ അടുത്തേക്ക് പോയി. ഐഷു പുറത്തേക്ക് വരുന്നതും കാത്ത് ജാനു ഹോസ്പിറ്റലിന്റെ പുറത്തുണ്ടായിരുന്നു. ഐഷു വന്നതും ഐഷുവിന്റെ അടുത്ത് ചെന്ന് ജാനു പറഞ്ഞു, ഞാൻ ശിവന്റെ ഭാര്യയാണ്. അപ്പോൾ ഐഷു പുച്ഛിച്ചു ചോദിച്ചു, ഞാൻ പിന്നെ ആരാണ്? അത് കേട്ടതും ജാനുവിന് ആകെ വല്ലാതെയായി. അങ്ങനെ പിറ്റേ ദിവസം ഐഷു നേരെ ശിവന്റെ വീട്ടിലേക്ക് തന്നെ വന്നു. മുന്നിൽ നിൽക്കുന്ന ഐഷുവിനെ കണ്ട് ശിവ ഞെട്ടിപ്പോയി. ശിവ ജാനുവിന് ഐഷുവിനെ പരിചയപ്പെടുത്താൻ വരുമ്പോൾ ജാനു ആ ഡയറി എടുത്ത് ശിവന്റെ കയ്യിൽ കൊടുത്തു. ഞാൻ തന്നെയാണ് അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുക എന്ന് പറഞ്ഞ് ജാനു നേരെ വീട്ടിൽ നിന്നിറങ്ങി. എന്നിട്ട് നേരെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. സങ്കടം കാരണം ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ശിവയും ഐഷുവും തെറ്റായ രീതിയിൽ അടുക്കുന്ന സ്വപ്നം കണ്ട് ജാനു എഴുന്നേറ്റു. അത് സത്യമാണോ എന്നറിയാൻ ജാനു നേരെ വീട്ടിലേക്ക് പോയി. ശിവയോട് ഐഷു എവിടെയെന്ന് ചോദിച്ചു. അവൻ അവിടെയുണ്ടായിരുന്ന ഒരു കത്ത് കാണിച്ചു കൊടുത്തു. അത് വായിച്ച് ജാനുവിന് സങ്കടമായി. ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഞാൻ ശിവയോട് 1 മണിക്കൂർ മിണ്ടിയപ്പോൾ അവന്റെ വായിൽ നിന്ന് വന്നത് ജാനു എന്ന് മാത്രമാണ്. അതുകാരണം ഞാൻ അവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ജാനു ശിവയോട് സോറി പറഞ്ഞു. എന്നോട് ഐഷുവിന്റെ കാര്യം പറയാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അധികം സംസാരിക്കാത്തത് എന്ന് ജാനു പറഞ്ഞു. അത് എനിക്ക് മനസ്സിലായി. ഈ ലോകത്ത് ഏതൊരു പെണ്ണിനും ഭർത്താവിന് വേറൊരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു എന്നറിഞ്ഞാൽ സങ്കടം വരാറുള്ളൂ. നിന്നെ സങ്കടപ്പെടുത്താൻ എനിക്കിഷ്ടമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാത്തത് എന്ന് പറഞ്ഞ് ശിവ കരയാൻ തുടങ്ങി. അത് കേട്ടതും ജാനു ശിവനെ കെട്ടിപ്പിടിച്ചു.